ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തത് എങ്ങനെ OBS ഉപയോഗിച്ച് ലൈവ് പോകാമെന്നായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ OBS ഉപയോഗിച്ച് ഗെയിം പ്ലേ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കധികം ഡിലേ ആക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ആദ്യം സീൻ സെലക്ട് ചെയ്ത് പിന്നെ സോഴ്സും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടേക്കത്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തേക്കണത് ഡേസ്കോൺ എന്നുള്ള ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ സോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സ് നോക്കാം. ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഔട്ട്പുട്ടിലേക്കാണ്. അതിൽ നിങ്ങൾക്ക് കാണാം സ്ട്രീമിംഗ്, റെക്കോർഡിംഗ്, ഓഡിയോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യം റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ കൊടുത്തേക്കുന്ന സെറ്റിങ്സ് എന്തൊക്കെയാണോ അത് അതേപോലെ തന്നെ നിങ്ങളുടെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. സെയിം ഇത് തന്നെ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് കൊടുക്കുക. റെക്കോർഡിംഗ് പാത്ത് എവിടെയാണ്, ഏത് ഫോൾഡറിലാണ് നിങ്ങളുടെ റെക്കോർഡിങ്സ് വരേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്ത റെക്കോർഡിംഗ് ഫോർമാറ്റ് എപ്പോഴും MPG4 അതായത് MP4 സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ വീഡിയോ എൻകോഡർ H.264 തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ റീസ്കെയിൽ ഔട്ട്പുട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഡിസ്പ്ലേ മാക്സിമം ഡിസ്പ്ലേ റെസൊല്യൂഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് റേറ്റ് കൺട്രോൾ. അത് നിങ്ങൾ കോൺസ്റ്റൻറ്റ് QP തന്നെ കൊടുക്കണം. അതായത് ക്വാളിറ്റി കോൺസ്റ്റൻറ്റ് ബിട്രേറ്റ് അല്ല, കോൺസ്റ്റൻറ്റ് QP തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് QP വാല്യൂ അത് 24 അല്ലെങ്കിൽ 20 അബവ് എന്തായാലും കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ കീ ഇൻ്റർവെൽ എപ്പോഴും 0 ആണ് മെജോറിറ്റി ആൾക്കാരും വെക്കണത്. അപ്പോൾ അത് തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രീസെറ്റ് നിങ്ങളുടെ ലാഗ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ സ്ലോവസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഗ് ഫീൽ ചെയ്യണമെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഔട്ട്പുട്ടാണ് വേണ്ടതെന്നാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് സ്ലോവസ്റ്റ് തന്നെയാണ്. അതിലായിരിക്കും നമുക്ക് ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടണത്, ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടണത്. പിന്നെ നിങ്ങളുടെ PCക്ക് ലാഗ് ഫീൽ ചെയ്യണ പോലെ തോന്നണമെങ്കിൽ ഏറ്റവും ബെറ്റർ കുറക്കണമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ടിലുള്ള മെയിൻ സെറ്റിങ്സ്. ബാക്കിയൊക്കെ ജസ്റ്റ് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. പിന്നെ നമ്മുടെ അടുത്ത സെറ്റിങ്സ് ആണ് വീഡിയോ സെറ്റിങ്സ്. ഇതിപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, OBS എങ്ങനെ ലൈവ് പോകാന്നുള്ള വീഡിയോയിൽ ഞാനിതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യുക ഈ ബേസും ഔട്ട്പുട്ടും എപ്പോഴും സെയിം റെസൊല്യൂഷൻ തന്നെ കൊടുക്കണം. അതായത് നിങ്ങളുടെ PCയുടെ മോണിറ്ററിൻ്റെ ഡിസ്പ്ലേയുടെ മാക്സിമം റെസൊല്യൂഷൻ തന്നെ കൊടുക്കണം ഇതിൽ. ഇത്രയുമാണ് ഗൈസ് റെക്കോർഡിങ്ങിന് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ്. അപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് ആ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ സെലക്ട് ചെയ്തേക്കണ ആ സ്ക്രീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിം നല്ല ഹൈ ക്വാളിറ്റിയിൽ റെക്കോർഡായി കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു. അയ്യോ ഒരു മിനിറ്റ് പോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ അതാണ് നല്ലത്. അപ്പോൾ ഒന്നും കൂടി ബൈ. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച കാണാം.